ജീവിതം മരണത്തിന്റെ ശേഷമാണ് തുടങ്ങുന്നത് എന്ന ചിന്തയില്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ജീവിതം തുടങ്ങുന്നത് മരണശേഷമാണ് എന്ന് ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ കൽബിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്താൽ ആ മക്കൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഭർത്താവെന്ന് ശകാരിച്ചാൽ ഭാര്യ സൂയിസൈഡ്, സാമ്പത്തികമായി തകർന്നാൽ സൂയിസൈഡ്, എല്ലാവരും സൂയിസൈഡിനെ കുറിച്ച്, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലം. ഏതൊരാളാണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കല്ലാതെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ അതേപോലെ ലോകാവസാനം കഴിഞ്ഞ് നരകത്തില് പോലും എങ്ങനെയാണോ മരിച്ചത് ആ വേദന കടിച്ചു തിന്നുകൊണ്ട് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ മരണശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ കഴിയുക? മരണശേഷം ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന നാസ്തികർക്ക് സൂയിസൈഡ് ചെയ്യാം, ലിബറലിസ്റ്റുകൾക്ക് സൂയിസൈഡ് ചെയ്യാം, മതമില്ലാത്തവർക്ക് സൂയിസൈഡ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പാരത്രിക ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ കഴിയില്ല. അയ്യോ, ഒരു ടെൻഷൻ വന്നാൽ സൂയിസൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് കഴിയില്ല? കാരണം ഇതിനേക്കാൾ വലിയ അപകടമാണ് ശേഷം വരുന്നത്. ശേഷം ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ വലിയ കടം ഉണ്ടായാൽ സൂയിസൈഡ് അതാ തീർന്നു. വലിയ കടം ഉണ്ടായി, 1 കോടി കടം, റീകവർ ആവാൻ കഴിയുന്നില്ല, ഡിപ്രഷൻ ഉണ്ടായി, സൂയിസൈഡ് ചെയ്താൽ തീർന്നു അവരുടെ ലൈഫ്. അവർ വിശ്വാസപ്രകാരം പിന്നെ അവർ തീർന്നു, പിന്നീട് ടെൻഷൻ സഹിക്കണ്ടല്ലോ. മുസ്ലിമുകൾ അങ്ങനെയല്ല, വലിയ കടം ഉണ്ടായി, ഈ കടം വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്താല് അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. കാരണം കടം കൊടുക്കാനുള്ളവരുടെ ബാധ്യത വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്താൽ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതിനു പുറമെ സൂയിസൈഡ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ ഖബറിലും നരകത്തിലൊക്കെ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് മുസ്ലിം ചിന്തിക്കും. ആ മുസ്ലിം എന്താണ്, അവന്റെ മനസ്സിലേക്ക് എന്താ വരിക? ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസത്തിന്റെ തൊട്ടുടനെ ഒരു സന്തോഷം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ? ഖുർആനിലുള്ള ആയത്തല്ലേ. 1 കോടി കടമുണ്ടായാലും 10 കോടി കടമുണ്ടായാലും ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസമുണ്ടായാൽ അതിനുശേഷം ഒരു സന്തോഷമുണ്ടാകുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കടങ്ങൾ എനിക്ക് വീട്ടാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും ഒരു മുസ്ലിമിന്. എന്നാൽ മുസ്ലിമിന് അതുണ്ടാവില്ല, മതമില്ലാത്തവനതുണ്ടാവില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനതുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്ന് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വളരെ ചെറുപ്പത്തിലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം.